ഹനനം. വാട്ടർ ബോട്ടിലെ അടപ്പ് തുറന്ന് അതിലെ വെള്ളം അവൻ്റെ മുഖത്തേക്കൊഴുകി. ഇരുവശങ്ങളിലായി അവൻ്റെ കൂട്ടുകാർ നിൽക്കുകയായിരുന്നു. ഇരുട്ടായതുകൊണ്ട് വളരെ പെട്ടെന്ന് കൃത്യം ചെയ്യാൻ കഴിഞ്ഞു. അവർ പൊട്ടിച്ചിരിച്ചു. ഈ കൊല കൊണ്ട് ലക്ഷങ്ങളല്ലേ കയ്യിലെത്താൻ പോകുന്നത്? അവൻ തുടർന്നു. എടാ, എനിക്ക് വേഗം വീട്ടിലെത്തണം. എൻ്റെ അനിയത്തിക്കുട്ടിയും അമ്മയും വീട്ടിലൊറ്റയ്ക്കാണ്. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവളെന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ച ശേഷം പറഞ്ഞിരുന്നു, എൻ്റെ ഏട്ടൻ ഇന്ന് നേരത്തെ വരണം, ഈ അനിയത്തിക്കുട്ടിയുടെ ജന്മദിനമാണെന്ന്. ഞാൻ പോട്ടെ, കാണാം. അവൻ യാത്ര പറഞ്ഞ് ബൈക്കിലേക്ക് കയറി. പോകുന്ന വഴിക്ക് ഒരു ഗിഫ്റ്റ് ഷോപ്പിലേക്ക് കയറി. അവിടെ ഉള്ളതിൽ ഏറ്റവും മനോഹരവും വില കൂടിയതുമായ ഗിഫ്റ്റ് എടുത്തു. വളരെ സന്തോഷത്തിൽ അവൻ വീട്ടിലേക്ക് പാഞ്ഞു. വീടിന് മുന്നിൽ ബൈക്ക് നിർത്തി. അകത്തേക്ക് കയറിയതും അവൻ്റെ അമ്മ പൊട്ടിക്കരച്ചിലോടെ ഓടി വന്ന് നെഞ്ചിലേക്ക് ചാഞ്ഞു. മോനെ, ഇരുട്ടിൽ ആരൊക്കെയോ ചേർന്ന് നമ്മുടെ കുഞ്ഞിനെ. നിലത്ത് വെള്ളമുതച്ച് കിടക്കുന്ന അവൻ്റെ കുഞ്ഞനുജിത്തിയെ നോക്കി തളർച്ചയോടെ അവൻ നിലത്തേക്കിരുന്നു. തൻ്റെ വാളിൻ്റെ പാടുകൾ അവളുടെ കഴുത്തിൽ കാണാമായിരുന്നു.